പാട് പാട്. ഹലോ, ഇന്നിപ്പോ എവിടെയെന്ന് അറിയില്ലേ? ഇപ്പൊ നമ്മള് കോഴിക്കോട് ബീച്ചിലാട്ടോ. അടുത്തൊരു സന്തോഷം വേണ്ടല്ലേ? എപ്പോഴും പിന്നെന്താ ടെൻഷനായാൽ പറ്റൂലല്ലോ. ബീച്ച് കാണാനായിട്ട് പോന്നതല്ല, നമ്മള് ഹോസ്പിറ്റലിൽ കാണിക്കണ ദിവസേനു, കോഴിക്കോട് ശ്രീലതനെ കാണിക്കണ ദിവസേനു. അപ്പൊ അത് കാണിക്കണമെങ്കിൽ കുറെ സമയം എടുക്കും. അപ്പൊ ഞങ്ങൾ ആ സമയം കൊണ്ട് മോളും കോഴിക്കോടാണല്ലോ, അപ്പൊ മോളെ എത്തുന്ന് പോയി വരാന്ന് വിചാരിച്ച്. പിന്നെ ഡോക്ടറെ ടൈം 5 മണിയാവും ഡോക്ടറെ കാണിക്കാൻ. നമ്മൾ 2 മാസം മുന്നേ ബുക്ക് ചെയ്തതാണ്. പെട്ടെന്നൊന്നും നമുക്ക് ബുക്കിംഗ് കിട്ടൂല. അപ്പൊ 5 മണിക്കാണ് ഞങ്ങളെ ടോക്കന്. അപ്പൊ ഒരു 4 മണിയാകുമ്പോഴത്തേന് അവിടെ എത്തിയാൽ മതി. അതിന് മുമ്പായിട്ട് ഞങ്ങള് മോളെ അടുത്തൊന്ന് പോയി. മോക്കും തന്നെ അവിടെ അങ്ങനെ ഇരിക്കല്ലേ, അപ്പൊ ഓളെയും കൂട്ടിക്കൊണ്ടൊന്ന് പുറത്ത് പോന്ന്. ഇവിടെ ഇരുന്ന് കടലൊക്കെ പൊരി വെയിലാട്ടോ, വെള്ളത്തൊക്കെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാം. അപ്പൊ മോങ്ങനെ നിലയും വിളിയൊക്കെ കൂട്ടുകയാണ്. തോണിയൊക്കെ അങ്ങനെ പൂണ കണ്ടിട്ട് ബോട്ടും തോണിയൊക്കെ വെള്ളത്തൊക്കെ പോകാൻ ഒരിക്കലും കഴിയൂല, അത്രയും വെയിലവിടെ. അപ്പൊ ആ സമയം ഡോക്ടറെ കാണിക്കണ സമയമാണ് വരെ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. ഈ വീഡിയോസ് പിന്നെ 3-4 ദിവസം മുന്നേ എടുത്തതാട്ടോ. അപ്പൊ ഇന്ന് ഇടാൻ പറ്റിയിട്ടുള്ളൂ. ഇതുവരെ ഹോസ്പിറ്റലും ഉമ്മാന്റെ അടുത്ത് ഒക്കെ ആയതുകൊണ്ടേ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്നാണ് ഉണ്ട് കേട്ടോ. ഹലോ, അപ്പം മോളെ ഹോസ്റ്റലിലൊക്കെ എത്തി. ഓളെ റൂമാണ് ഈ കാണിക്കണം കേട്ടോ. അപ്പോൾ റൂമിൽ വേറെയും പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ കാണിക്കാൻ പറ്റൂല. അപ്പം ഞാൻ അങ്ങനെ ഓളോട് പോരെ ഇറങ്ങാണ്ട് ഞാൻ അങ്ങനെ ആദ്യം ഇറങ്ങി പോവുകയാണ്. എൻ്റെ ബാക്കിലായിട്ട് ഓളും ഉണ്ട്. ലാസ്റ്റ് ആ ഗേറ്റ് കിടന്ന് ഇങ്ങനെ വരുള്ളൂ. മുഖം അതിൽ വല്ലതായിട്ട് കാണുന്നില്ല. അവിടെയൊക്കെ നിറച്ച് കുട്ടികളാണ്. അപ്പോൾ വല്ലാതെ കാണിച്ചിട്ടില്ല. ഹോസ്റ്റലൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല അവിടുത്തെ ഫുഡ് തന്നെയാണ്. ഇത് അപ്പം ഞാൻ ഇറങ്ങി പോണത് അവിടെ ഉണ്ടോ, ഒരു ഭക്ഷണം കഴിക്കണ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണിക്കണത് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കിച്ചന്. രണ്ട് ചേച്ചിമാരാണ് ഫുഡ് ഉണ്ടാക്കൽ. മോളാണ് ആ വരുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ എല്ലാവരും വിചാരിച്ചാൽ എന്താ പറയുക, വൈകുന്നേരം പോകാം ബീച്ചിക്ക്. വൈകുന്നേരമൊക്കെ അല്ലേ പോവുക എല്ലാവരും. ഇവിടെ ഇല്ല കേട്ടോ. കോഴിക്കോട് ബീച്ച് വന്ന് നോക്കിയാലേ രാവിലെയും വൈകുന്നേരമൊക്കെ ഒരുപോലെ ജനങ്ങളാട്ടോ. ഫുള്ളാണ്. ആൾക്കാരെയൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ച അത്രയും ജനങ്ങളവിടെ. ഇരിക്കാൻ പോലും സ്ഥലമില്ല, തണലുള്ള സ്ഥലമില്ല. നല്ല രസമാണ് കാണാനേ. ഞാൻ കോഴിക്കോട് ബീച്ചിക്ക് ആദ്യമായിട്ട് വരിക കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല കോഴിക്കോട് ബീച്ച് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കടപ്പുറത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരപ്പനങ്ങാടി കടപ്പുറം അങ്ങനെ കുറേ പ്രാവശ്യം കണ്ടക്കണമെന്നല്ലാതെ ആദ്യമായിട്ടാണ്. അതന്നെ വരാൻ കാരണം ഇപ്പോൾ ഈ മോള് ഇവിടെ ഉള്ളതുകൊണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ 8 വർഷം മുന്നേ പോലെ തുടങ്ങിയല്ലോ. അത് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ടില്ല കണ്ടിട്ടില്ല. അപ്പം മൂക്കും കൂടി ഒരു ആഗ്രഹം. ഏതായാലും വന്ന ലീവല്ലേ, നമ്മൾ പുറത്ത് നിങ്ങൾക്ക് ഡോക്ടർ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി ഇരിക്കുക, മനസ്സിനൊരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാട്ടോ. ഞാൻ പറയണതൊക്കെ കേൾക്കുന്നുണ്ടോ, സൗണ്ട് ക്ലിയർ ഉണ്ടോ ഒന്നും അറിയില്ല. തിരമാലൻ്റെയും വണ്ടികൾ പോണ സൗണ്ടും എല്ലാം കൂടി ആയിട്ട് ഒരു സൗണ്ട് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇനി നോക്കിയിട്ട് വേണം. ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുത്തു എന്നുള്ളൂ. ഓന് വോയിസ് കൊടുക്ക. അരമണിക്കൂർ തന്നെ തയ്ച്ച് തന്നിട്ടില്ല. നല്ല വെയിലും അല്ലേ. പിന്നെ ഡോക്ടർ സമയം ആദ്യം പോകാനുള്ള റിസൾട്ടൊക്കെ വാങ്ങാനുണ്ട്. അപ്പം അങ്ങനെ പോന്നിക്കാണ്ട് ഓളെ ഒന്ന് പുറത്ത് പോരാനുള്ള പൂതി കൊണ്ട് ഒന്ന് കൊണ്ടുവന്നതാട്ടോ. അതൊക്കെ കണ്ട് മനസ്സിലാക്കി അവിടെ കൊണ്ടേ ഇറക്കിയതാണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ. അങ്ങനെ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് ആദ്യം പോയത്. അവിടുന്ന് റിസൾട്ട് വാങ്ങാണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യൽ. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെത്തി. അതിൻ്റെ അടുത്ത് കൂടിയാണ് കേട്ടോ. അതിൻ്റെ തൊട്ട ബാക്കിൽ തന്നെയാണ് ഡോക്ടറെ വീട്. കുറച്ചാണ് പോകണം. പിന്നെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഇല്ല ഇപ്പോൾ, റിട്ടയർഡ് ആയിക്കണം.
അപ്പോൾ ഡോക്ടർ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ എഴുതി വെച്ചേക്കണ്, പിന്നെ ആവശ്യമുള്ളവർ മാത്രം ഇവിടെ വന്നാൽ മതി, ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. അതിന് ബദലായിട്ട് വേറെ ഡോക്ടർ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നല്ല പരിചയമുള്ള 8 വർഷമൊക്കെ പരിചയമായ ഡോക്ടർ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം കൂടി ഇവിടെ കാണിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കാണിക്കാമെന്ന് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ഡോക്ടർ ഏതായാലും മാറി. അപ്പം ഇനി ഞങ്ങൾ അടുത്ത് തന്നെ എവിടെയെങ്കിലും കാണിക്കണം എന്നാണ് കരുതിയിട്ടുണ്ട്. അപ്പോൾ അത്ര ദൂരം വണ്ടി ഏറ്റ് പോകാനും ബസ്സിലൊന്നും പോകാൻ കഴിയൂല, ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി ഇവിടെ കോട്ടക്കലൊക്കെ ഒന്ന് കാണിക്കാമെന്നാണ് കരുതിയിട്ടുണ്ട്. ഇപ്പാനെ കാണിച്ചത് കോട്ടക്കലാണല്ലോ, അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാമെന്നാണ് കരുതിയിട്ടുണ്ട്. അത്ര ദൂരം പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ്, ശ്രീലത ഡോക്ടർ. എല്ലാവരും നല്ല തന്നെയാണ് കേട്ടോ. നമുക്ക് പരിചയമാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മരുന്നും കാര്യവും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഒരു നല്ലതായി തോന്നും. എല്ലാവരും നല്ല ഡോക്ടർമാരല്ലായിട്ടല്ല. അപ്പോൾ ഈ മോർച്ചറിൻ്റെ അടുത്ത് കൂടി കേട്ടോ ഞാൻ പോണത്. മെഡിക്കൽ കോളേജിൻ്റെ ബാക്കിലാണല്ലോ പോസ്റ്റ്മോർട്ടം ചെയ്യണ സ്ഥലം, അതിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് പോണത്. അപ്പോൾ ഈ സമയത്ത് ഉച്ച സമയത്താട്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഞങ്ങൾ പോണത്. നമ്മൾ ബുക്ക് ചെയ്താലും നമ്മളോട് പറഞ്ഞേക്കണത് ഒരു 4 മണി 5 മണി സമയത്താണ്. പക്ഷേ നമ്മൾ അതിൻ്റെ മുന്നേ നേരത്തെ ചെന്നാൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ആ സെക്യൂരിറ്റി നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കണ്ടാൽ നമ്മളെ നമ്പർ അവിടെ വാങ്ങി വെച്ചാൽ ആദ്യം വന്നവർക്ക് അതിന് മുൻഗണന വേറെ ഉണ്ട് കേട്ടോ, ബുക്കിംഗ് മാത്രമല്ല. അപ്പോൾ നേരത്തെ വന്നവർക്ക് അതിനനുസരിച്ചുള്ള പെട്ടെന്ന് കയറാനും പറ്റും. അങ്ങനെയാണ് കുറച്ച് നേരത്തെ അവിടെ പോയി നിന്നത്. ഞാൻ റിസൾട്ടിനെ പറ്റി ഇങ്ങനെ പറയാൻ കേട്ടോ. അവിടെ ഒരാളുണ്ട്, അതിനോട് ഇങ്ങനെ റിസൾട്ടിനെ പറ്റി ഓരോന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഓൾക്ക് പറഞ്ഞു കൊടുക്കുകയാണേ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തത്. ഇതാട്ടോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലം, മോർച്ചറി. അങ്ങനെ പോയി ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിലെത്തിയിട്ടോ. ആദിത്യ മെഡിക്കൽസ് എന്ന് കണ്ടില്ലേ, ഇവിടേക്കാണ് കേട്ടോ ഡോക്ടർ മരുന്നിന് എഴുതൽ. ഇവിടുന്ന് മരുന്ന് വാങ്ങൽ 2 മാസം 3 മാസമൊക്കെ ഒന്നിച്ച് ചിലപ്പോൾ തരും, കുറവാണെങ്കിൽ. അല്ലെങ്കിൽ മാസം പോകണം. അപ്പോൾ ഒന്നിച്ച് വാങ്ങാൻ കഴിയൂല. അപ്പോൾ ഇവരാണ് കേട്ടോ നമ്മൾ പോസ്റ്റ് ഓഫീസൊക്കെ മരുന്ന് അയച്ചു തരല്. അങ്ങനെ പോയി പരിചയമുള്ളതുകൊണ്ടേ അങ്ങനെ കുറച്ച് അയച്ചു തരലാണ്. അവിടുന്ന് കുറച്ചും കൂടി പോകണം ഡോക്ടറെ വീട്ടിലേക്ക്. അങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം കേട്ടോ. ഇത് കണ്ടില്ലേ ഡോക്ടറെ വീടെത്തിയിട്ടാ. അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ച് മോളെ അവിടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. ഇന്ന് കൊടുന്നതാണ്, വെള്ളം നിറച്ചുണ്ട്. എത്ര പോടാത്? 2 3 4 5 6 ഇതൊരു മാസത്തിന് ഇതൊരു മാസത്തിനാട്ടോ. ആ റിസ് ഇവിടെ ഉണ്ട്. ഇത് രാത്രി കഴിക്കാനുള്ളതല്ലേ. എന്താ 2 3 4 പ്രഷറിൻ്റെ അല്ലേ. പ്രാവശ്യം മരുന്നൊക്കെ മാറ്റിയിരിക്കണം. ഡോസ് കൂട്ടിയതാണ്. ഡോസ് കൂട്ടാൻ കാരണം റിസൾട്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഡോസ് കൂട്ടി. ഇത് രാത്രി മാത്രം കഴിക്കണ്ട കേട്ടോ. ഇതെന്തിനാ? ഇത് യൂറിക് ആസിഡ്. ഇത് കുറച്ചുള്ളല്ലോ, വലിയ പൊതി ഇങ്ങനെ കണ്ടുകാണ്ടേ കുറച്ചുള്ളല്ലോ എന്ന് കേട്ടോ. ഞാൻ കുറച്ചായി കാണാനാണ് ഞാൻ പൊതിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നല്ല നീര് വരികയാണെങ്കിൽ കഴിക്കാൻ, നീരുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്നാ പറഞ്ഞിട്ടാ. അതൊരു 5 എണ്ണം കൊടുക്കണം.
വാങ്ങിയിട്ടുള്ളൂ. ആ 5 വാങ്ങിയതാണ്. ഒരു മാസത്തെ കണക്ക് എഴുതിയിട്ടുണ്ട്. ഇത് ഉച്ചക്ക് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ആഴ്ചയില് 2 ഉച്ചക്ക് കഴിക്കാനുള്ളത്. ചോറുണ്ടാവും. അന്ന് രക്തത്തിന്റെ അളവ് നല്ലോണം കുറയില്ല. അപ്പൊ ഇനി രക്തം കൂടാനാട്ടോ ആഴ്ചയിൽ 2 കഴിക്കാന്. മരുന്നിൻ്റെ പൊതിക്കെട്ട് കണ്ടില്ലേ? ഇതിനാണ് കേട്ടോ നമ്മൾ തിരുമറിയേറ്റ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇങ്ങനെ വാങ്ങിക്കാണ്ടാണ് മരുന്ന് വാങ്ങി കുടിച്ചത്. മറ്റുള്ളതൊക്കെ ചോറും കഞ്ഞിയില്ലെങ്കിലും ഇത് കുടിച്ചാക്കാൻ പറ്റൂലല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.